അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ഇന്നെൻ്റെ ഒരു ലോങ് വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതിന് തെറ്റുകളുണ്ടെങ്കിൽ പറഞ്ഞു തരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കമോൺ. ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? ഇന്നപ്പോൾ നമുക്ക് നല്ലൊരു സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് സ്ഥലം. ചാമ്പങ്ങ നിൽപ്പുണ്ട്. ചാമ്പങ്ങയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഞാനിന്ന് വീട്ടിൽ വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. കുറേ നാളെ ലോങ് വീഡിയോ ചെയ്തെടുത്തിട്ട്. ഇതാണ് ചാമ്പങ്ങ. അപ്പം ഇങ്ങനെ പോകുന്നു, മറ്റു വിശേഷങ്ങളൊന്നുമില്ല. എല്ലാ കൂട്ടുകാർക്കും സുഖമെന്ന് കരുതുന്നു. ഞാൻ സുഖമായിരിക്കുന്നു. ചാമ്പങ്ങയൊക്കെ നമ്മൾ പണ്ട് കാലത്ത് ഇഷ്ടംപടി കഴിക്കുമായിരുന്നു. ഇപ്പോഴും കഴിക്കാതിരിക്കുകയില്ല. ഇതിൽ പഴുത്തതൊന്നുമില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്ലാവ്, അതിൽ ചക്ക, ചെറിയ ചക്ക കായ്ച്ചു വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പോകുന്നു കേട്ടോ. വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഇങ്ങനെ പോകുന്നു. ഇതാണ് ചെറിയ ചക്ക. പിന്നെ ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ ഞാൻ പറമ്പ് നനച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പ്രിംഗ്ലർ ആയിരുന്നു ഇട്ടിട്ടുണ്ടിരുന്നത്. ഇതാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പം അതിൽ ഏത്തവാഴ ഏത്തവാഴ വെച്ചിട്ടുണ്ട്. കവുങ്ങുണ്ട്, പിന്നെ കൊക്കോ തൈയുണ്ട് അതിൻ്റെ കൂടെ. ഇങ്ങനെ പോകുന്നു. കവുങ്ങിൻ്റെ മുകളിലൊന്നും ഇലയുടെ പറിച്ചതാണ് കേട്ടോ. പിന്നെ എന്തുണ്ട്, ഇതല്ലേ സ്പ്രിംഗ്ലർ ഇടുന്ന് കറങ്ങുന്നു. സത്യത്തിൽ പറമ്പൊന്ന് സ്പ്രിംഗ്ലർ ഇട്ട് നനയ്ക്കാൻ പാടില്ലെന്നാണ്. പുല്ല് ധാരാളം. പക്ഷേ ഇതിലെ പൈപ്പും കൊണ്ടൊന്നും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സ്പ്രിംഗ്ലർ ഇട്ട് നനയ്ക്കുന്നത്. പിന്നെ പറയൂ, മറ്റു വിശേഷങ്ങൾ എല്ലാവരും എന്തുണ്ട്? നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തോ? ഇതിപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മഴ മൂടലുണ്ട് കേട്ടോ. ഇങ്ങനെ പോകുന്നു. നല്ല രസമല്ലേ കാണാൻ? പറയൂ നിങ്ങളുടെ വിശേഷങ്ങൾ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? എന്തുണ്ട് വിശേഷം? പറയൂ. അങ്ങനെ ഇതാണ് നമ്മുടെ കൊക്കോ തൈ. ഇത് കായ്ച്ചില്ല, അടുത്ത വർഷം കായ്ക്കും എന്ന് പറയുന്നു. അപ്പം ഏത്തവാഴ വിത്തുണ്ട് കേട്ടോ. ഇതാണ് കൊക്കോ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഏത്തവാഴ വിത്തും ഉണ്ട്. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. നല്ലൊരു രസമുണ്ടല്ലോ. നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്ന് ഇതൊക്കെയല്ലേ. വരുന്ന കൂട്ടുകാരൊന്ന് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകളുണ്ടെങ്കിൽ എഴുതണം. കാരണം എൻ്റെ വോയിസിൽ തെറ്റുകളുണ്ടാവും, അതൊക്കെ തിരുത്തി തരണം. തിരുത്തി തരുന്ന കൂട്ടുകാരാണ് എനിക്ക് യഥാർത്ഥ സുഹൃത്തുക്കളായിട്ടുള്ളത്. അങ്ങനെ ഏത്തവാഴയാണ് ഇതൊക്കെ. കൊക്കോ തൈ. എൻ്റെ ഇടയ്ക്കൂടെ ജാതിയുണ്ട്. ഇപ്പോൾ കായ്ക്കുന്നില്ല കേട്ടോ. അത് ജാതി പോയതാണെന്ന് തോന്നുന്നു. പിന്നെ ജാതി തൈയുടെ ഒക്കെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും കാണാത്ത കൂട്ടുകാരൊന്ന് പോയി കാണുക. പറയൂ. അങ്ങനെ ഞാനിന്ന് വീട്ടിലെത്തി. ഒരു ഞായറാഴ്ചയല്ലേ ഉള്ളൂ, വീട്ടിൽ നിന്നും കൂടാന്ന് വെച്ചു. അങ്ങനെ ഇതാണ് ജാതി. ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെ ഇരിക്കുന്ന വാഴവിത്ത് സ്വർണ്ണമുഖി എന്ന് പറയുന്ന വാഴവിത്താണ് കേട്ടോ. വാഴ തൈയാണ്. സ്വർണ്ണത്തിനൊക്കെ ഇപ്പം എന്താ വിലയല്ല, സ്വർണ്ണമുഖി. അപ്പം ജാതി ഇങ്ങനെ മറിച്ചിടണം കേട്ടോ. ഭയങ്കര വെയിലാണ് ഇവിടെ. അതൊക്കെ വെയിലത്തെടുത്തോണ്ട്, കാരണം ജാതിക്ക് ചൂടൊക്കെ. അപ്പോൾ അതൊന്നും മറിച്ച് വെക്കണം. പിന്നെ ഇങ്ങനെ പോകുന്നു. ഇതാണ് സ്വർണ്ണമുഖി. ജാതി ഇങ്ങനെ മറിച്ച് കെട്ടി വെക്കണം. അതെ, ജാതി ഉഷാറായി വരുള്ളൂ. എല്ലാ ദിവസവും നനയ്ക്കുന്ന ഒരു ജാതിയാണ്. ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ റോബസ്റ്റ വാഴക്കൊലയാണിത്. ഇങ്ങനെ ഇത് പറിക്കാറായില്ല. കുറച്ച് മാസം കൂടെ നിൽക്കണം. കുറച്ച് മാസമല്ല, ഒരു ദിവസം ഒരു മാസം കൂടെ നിൽക്കണം. അങ്ങനെയാണ് റോബസ്റ്റ. ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു.